എടി നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകുന്ന ട്രിപ്പ് അവിടേക്ക് എന്തിനാണ് ഈ അച്ഛനമ്മേനെ വലിച്ചു കയറ്റുന്നത്? അതിനിപ്പോ എന്താ, വണ്ടിയിലെ സ്ഥലം ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? എടി അവർക്ക് വയസ്സായി, എത്ര ദൂരം പോകണമെന്ന് വെച്ചിട്ടാ? അത് അവർക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. പിന്നെ അച്ഛനമ്മയ്ക്കും ഇതൊന്നും താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് അവര് പറഞ്ഞോ? ഇതൊക്കെ ചിത്തു ഊഹിച്ചെടുക്കുന്നതല്ലേ? എടേ, എനിക്ക് പോവാനൊന്നും ഒരു താല്പര്യമില്ല. നീയാണിച്ച പിന്നെ അവിടെ ഒന്നും കണ്ടിട്ടുമില്ല. മോള് വന്ന് പറഞ്ഞപ്പോ പറയണ കേട്ടാ തോന്നുന്നു നിങ്ങൾ ലോകം ആകെ ചുറ്റി വന്നാണെന്ന്. എനിക്ക് പിന്നെ വിഷമമൊന്നുമില്ല. എടേ, പണ്ട് അവന് ടൂറ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കരഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. എന്നിട്ട് എവിടുന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് അവനെ കടൽ കാണാൻ കൊണ്ടുപോയത്. എനിക്ക് പോണോ? നമുക്ക് രണ്ടുപേർക്കും കൂടി കാശ്മീർക്ക് പോവാ. ഇപ്പൊ വേറെ ചുറ്റുപാടൊന്നുമില്ലല്ലോ. കാശ്മീർ ഒരു ബസ് നോക്കി കയറാൻ പോലെ ഒരാൾ വേണം. എന്നിട്ട് അപ്പൊ കാശ്മീർ. മോനെ, ഈ ഊട്ടിനെക്കാട്ടൊക്കെ തണുപ്പുണ്ടാവോ UK-ലൊക്കെ? ഉണ്ടച്ചാ, ഇവിടുത്തെ ഒരു 10 ഇരട്ടിയെങ്കിലും കാണും. അവിടെ ഫുള്ള് മഞ്ഞാണല്ലേ? ഛേ, അച്ഛനിത് എന്തൊക്കെ അറിയണം? വല്ല ഫോട്ടോ വേണമെങ്കിൽ അവള് കാണിച്ചു തരും. അല്ല, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടേ. അച്ഛനെ അമ്മേനെ ഇങ്ങനെ എല്ലാത്തൊന്നും മാറ്റി നിർത്തുന്നത് ശരിയല്ല ജിത്തു. ഞാൻ മാറ്റി നിർത്തുന്നതാണോ? അവർക്ക് ഇത്ര പ്രായമോ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ കുഞ്ഞായിരുന്നപ്പോ അവരുടെ പ്രൈവസി പോവും, അവർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് നിന്നെ അവരെന്തിനെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? നീ വലുതായി കഴിഞ്ഞ് ഒരുമിച്ച് പോവാന്നല്ലേ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇന്നത്തെ കാലത്ത് ഇതൊന്നും വിഷയമല്ല കേട്ടാ. കാശ്മീരൊക്കെ എന്ത് ആൾക്കാർ വിദേശത്ത് വരെ ഗ്രൂപ്പായിട്ട് പോകും. അപ്പോൾ ഒന്നും പറയണ്ട, എല്ലാവരും നോക്കിക്കോളും. സേഫായിട്ട് കൊണ്ടുവരുന്നൊരു ടീമിൻ്റെ നമ്പർ എൻ്റെ ഉണ്ട്. ഞാൻ തരാം, ചേട്ടനെന്നേ അവരൊന്ന് വിളിച്ചു നോക്കാം. ഈജിപ്തിക്കോ? അച്ഛനത് എന്ത് കണ്ടിട്ടാ? കണ്ടിട്ടില്ലല്ലോ, കാണാൻ പോകുന്നില്ലുള്ളൂ. അതല്ല, ഇത്രയും ദൂരേക്ക് ഒറ്റയ്ക്ക് അമ്മയ്ക്ക് ഇത് എന്തേ പറ്റി? അതിന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ചിത്തു. എക്സൈറ്റ് ടൂർസ് ഇല്ലേ, അവരപ്പം ഗ്രൂപ്പായിട്ടാണ് പോണത്. ഞങ്ങൾ അവരെ വിളിച്ച് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ കുറേ ആളുകൾ ഞങ്ങളൊപ്പം ഉണ്ട്. എത്ര രാജ്യത്തേക്കുള്ള പാക്കേജ് അറിയാം അവരെ കയ്യിലുള്ളത്. കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല ചിത്തു. നമ്മൾക്ക് കാണാനുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തി കാണണം.